സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ അതിരപ്പള്ളി വൈശ്ശേരി സ്വദേശി മോഹനനാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2:30 കാട്ടാനയുടെ ആക്രമണം. കൃഷിയിടത്തിലിറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. പുലർച്ചെയോടെ സഹോദരന്റെ വീടിനു സമീപം എത്തിയ കാട്ടാനയെ പന്തം കത്തിച്ചു തുരത്താൻ ശ്രമിക്കുകയായിരുന്നു 65-കാരനായ മോഹനൻ. പാഞ്ഞെടുത്ത കൊമ്പൻ സഹോദരന്റെ വീടിന്റെ മുൻവശത്ത് വെച്ചാണ് മോഹനെ ആക്രമിച്ചത്. ആനയുടെ ചവിട്ടും തുമ്പിക്കൈ കൊണ്ടുള്ള അടിയുമാണ് മരണത്തിനു കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഞങ്ങൾ അവിടുന്ന് കൊച്ചു വന്ന് വിളിച്ച് വന്ന് ഒരു പന്തം കത്തിച്ചു. പന്തം കത്തിച്ചപ്പോഴേക്കും ആന അവിടെ നിന്ന് ഓടി വന്നു. അങ്ങനെ ഉണ്ടായത്. ആന നിന്നില്ല, ഇവിടുന്ന് ഓടി വന്ന് ആളെ തട്ടേതാ, നേരെ ഒന്ന് തുമ്പിക്കൈ തട്ടാണ്. മോഹന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം ഇപ്പോൾ 14 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ന് തന്നെ അതിന്റെ ആദ്യ ഗഡു നൽകുന്നതായിരിക്കും. അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിൽ ഏതാനും ദിവസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞതോടെ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. അധികാരികളെ കണ്ണു തുറക്കൂ, ജീവിക്കാനായി പണമൊരുതും. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ DFOയുമായി സംസാരിച്ചു. പ്രശ്നമുള്ള ആനയാണെങ്കിൽ, പ്രശ്നക്കാരനാണെങ്കിൽ അതിനെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളെല്ലാം നമുക്ക് കൈക്കൊള്ളാം. ആനയെ എത്രയും പെട്ടെന്ന് ജനവാസ മേഖലയിൽ നിന്ന് തുരത്താൻ നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകി. തിങ്കളാഴ്ച വനമന്ത്രി ഷിബു ബേബി ജോൺ പ്രദേശത്ത് നേരിട്ടെത്തും. മന്ത്രി എത്തുമെന്ന ഉറപ്പുകൂടി ലഭിച്ചതോടെ നാട്ടുകാർ ഉപരോധ സമരം അവസാനിപ്പിച്ചു. മോഹനന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.